തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കനക്കുന്നു. നാളെ മുതൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിക്കും. ഇതോടെ LDF രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലാണ് ഇടതുമുന്നണി. UDF-നാകട്ടെ കൊല്ലം മണ്ഡലത്തിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിട്ടുള്ളൂ. BJP ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെങ്കിലും പ്രചരണത്തിൽ സജീവമായിട്ടില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പാറശാല നിയമസഭാ മണ്ഡലത്തിൽ റോഡ് ഷോയിലൂടെയാണ് ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയ് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ കവലകൾ തോർന്നെത്തിയാണ് ജനങ്ങളോട് ഇന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M മുകേഷിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷന് ഇന്ന് തുടക്കമാകും. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക് ആറന്മുള മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. വോട്ടർമാരെ നേരിൽ കണ്ട അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയും അവരോട് ആശയങ്ങൾ പങ്കിട്ടുമാണ് തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കൊണ്ടമിനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.